ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, 2000 വർഷം മുമ്പ് കർത്താവ് വന്ന് ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ എത്ര തേടി വന്നതെന്ന്. കർത്താവ് രണ്ടാമത് വരുന്നുണ്ട്. ഇനിയും വരുന്നതും ഇങ്ങനെ ആയിരിക്കുമെന്നാണ് പലരുടെയും ചിന്ത. ഇനി വരുന്നത് ഇങ്ങനെയല്ല. അവൻ വരുന്നത് ന്യായാധിപനായിട്ടാണ്, സിംഹാസനത്തിലിരിക്കുന്നവൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഒരു ദർശനം ആ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ നമ്മൾ വലിയ അപകടമാണ് കാണിക്കുന്നത്. വലിയ അപകടമാണ്. എപ്പോഴും സമ്മാനം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രം യേശുവിനെ കാണിച്ചു കൊടുക്കുന്നത് അപകടമാണ്. ഒരു ദിവസം നമ്മൾ ഈ സിംഹാസനത്തിന് മുമ്പിൽ ന്യായവിസ്താരത്തിനായി ചെന്ന് നിൽക്കേണ്ടി വരുമെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതാണ് ഞാൻ പറഞ്ഞത്, പലസ്തീനിലെ യേശുവിനോടൊപ്പം നമ്മൾ പത്മോസിൽ യോഹന്നാൻ കണ്ട യേശുവിനെ കൂടെ കാണണം. അവന്റെ കണ്ണിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ, എല്ലാം കാണുന്ന കത്തുന്ന കണ്ണാണ് അവൻ്റെ. കത്തുന്ന കണ്ണ്, തുളച്ചു കയറുന്ന, എല്ലാം കാണുന്ന കണ്ണ്. അവൻ ന്യായാധിപതിയാണ്. അവൻ ന്യായാധിപതിയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവന് സാക്ഷിയുടെ ഒന്നും ആവശ്യമില്ല. ഇവിടെയാണ് കോടതിയിൽ സാക്ഷിയൊക്കെ, അവിടെ സാക്ഷിയുടെ ആവശ്യമൊന്നുമില്ല. എന്തുകൊണ്ടാ? അവനെല്ലാം അറിയാം. അവനെല്ലാം കാണുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. 15-ാമത്തെ വാക്യം വരുമ്പോഴത്തേക്ക് ഞാൻ സമയക്കുറവ് കൊണ്ട് പറയട്ടെ. കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും. അവന്റെ കാൽ, ന്യായവിധിക്കായി ഇറങ്ങി വരുന്ന യേശു എങ്ങനെയാണ്? അവന്റെ കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അടുത്ത നമ്മൾ കാണുന്നു, അവന്റെ വലം കൈയിൽ എന്തുണ്ട്? 7 നക്ഷത്രമുണ്ട്. 7 നക്ഷത്രം. നക്ഷത്രം അവന്റെ കൈകളിലാണ്. ന്യായവിധിക്കായി ഇറങ്ങി വരുന്നവന്റെ കയ്യിലാണ് നക്ഷത്രങ്ങൾ. അവൻ പലസ്തീനിൽ ഉണ്ടായിരുന്നപ്പോൾ പടയാളികൾ അവനെ രാജാവെന്ന് കളിയാക്കി വിളിച്ചു. കയ്യിലെ ഒരു ചെങ്കോല് പിടിപ്പിച്ചു, തലയിൽ മുൾക്കിരീടം അടിച്ചു. പക്ഷെ ഇന്നവൻ നക്ഷത്രങ്ങളെ കയ്യിലെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു, ന്യായവിധിയുടെ വാൾ. അവന്റെ മുഖം എങ്ങനെയാണ്? സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. പ്രിയമുള്ളവരെ, ഇവിടുത്തെ സാധാരണ നിലയിൽ നമുക്ക് സൂര്യനെ കാണാൻ പോലും പറ്റത്തില്ല. അപ്പൊ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആർക്കും അവന്റെ മുമ്പിൽ നിൽക്കാനായിട്ട് കഴിയും? ആർക്കും അവനെ ഫേസ് ചെയ്യാനായിട്ട് കഴിയില്ല. ജഡാവതരണം ചെയ്ത യേശുവിനെയാണ് നമ്മൾ ഇന്ന് മുഴുവനും പ്രസംഗിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനെയാണ് നമ്മളെല്ലാവരും യേശുവിനെ അറിഞ്ഞത്. നമ്മളെ രോഗങ്ങളെ സൗഖ്യമാക്കിയവൻ, നമ്മളെ കടം മാറ്റിയവൻ, അങ്ങനെയൊക്കെയാ പല കാര്യങ്ങളുണ്ടാവും. പലസ്തീനിലെ യേശുവിനെ കണ്ടതാണ് നമ്മൾ അവങ്കിലേക്ക് അടുക്കാൻ കാര്യം. പക്ഷെ അവങ്കിലേക്ക് അടുക്കുമ്പോൾ അവൻ ആരാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതറിയണമെങ്കിൽ വെളിപ്പാടിലെ പത്മോസിലെ യേശുവിനെ കൂടെ നമ്മൾ അറിയണം. ഹല്ലേലൂയ. അത്ര മാത്രം പോരാ കാര്യം. വെളിപ്പാടിൽ അവൻ കണ്ട യേശു പോലും എന്താണ്? യോഹന്നാനൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ, അതിനപ്പുറത്തോട്ടുള്ളത് കാണിച്ചിട്ടില്ല. ഹല്ലേലൂയ. അതായത് ഇത്രയും മഹിമ കണ്ടപ്പോൾ തന്നെ നമ്മളവിടെ കാണുന്നത് എന്താണ്? അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. ഇത്രയും കണ്ടപ്പോഴത്തേക്ക് താഴെ വീണ് കഴിഞ്ഞു. താഴെ വീണ് പോയി. ഇത് കാണാത്തത് കൊണ്ടാണ് നമ്മൾ താഴെ വീഴാത്തത്. താഴെ വീഴാത്തത് പറഞ്ഞാൽ ഉന്തി താഴെ ഇടുന്ന കാര്യമൊന്നുമല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ. കാര്യം അങ്ങനെ ഇന്നിപ്പോ വന്ന് ഒരു വാക്ക് പറയാൻ പോലും പറ്റത്തില്ല. കാര്യം അതിനെല്ലാം ഒരു കൗണ്ടർ ഫീറ്റ് ഉണ്ട്. അത് പിശാചിന്റെ ഒരു വലിയ തന്ത്രം. എല്ലാത്തിനും ഒരു കൗണ്ടർ ഫീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഏത് വാക്കും ശരിയായ നിലയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അപകടം ഉണ്ടാകും. വന്നിട്ടിങ്ങനെ മലനടിച്ച് വീഴുന്ന കാര്യമൊന്നുമല്ല ഇവിടെ പറയുന്നത്. കൈ വീശുമ്പം താഴെ വീഴുന്ന കാര്യമൊന്നുമല്ല പറയുന്നത്. തൂവാല എറിയുമ്പം താഴെ വീഴുന്ന കാര്യമൊന്നും അല്ല ഈ പറയുന്നത്.
തൂവാല കണ്ടൊന്നും ആരും താഴെ വീഴരുത്, കർത്താവിനെ കണ്ടു വേണം താഴെ വീഴാൻ. ഈ കർത്താവിനെ നമ്മൾ എങ്ങനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ? ആത്മവിവശതയിൽ മാത്രമേ നമുക്കവനെ കാണാൻ കഴിയുള്ളൂ. ആത്മവിവശത എന്ന് പറയുമ്പോഴത്തേക്ക് താഴെ വിവശപ്പെട്ട് കിടക്കുന്നതല്ല. നമ്മൾ ഈ പറയുന്ന വാക്കുകൾ നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോഴത്തേക്ക് ശരിയായിട്ട് വായിച്ചാൽ ഒരു ശല്യവും ഇല്ലെന്നേ. എപ്പോഴാ യോഹന്നാൻ താഴെ വീണത്? ആത്മവിവശത ഉണ്ടായപ്പോഴല്ല. ഇതെന്താ ഇവർ മനസ്സിലാക്കാത്തത്? ആത്മവിവശത ഉണ്ടാകുമ്പോൾ താഴെ വീഴുമെന്ന് പറയുന്നത്. ആത്മവിവശത ഉണ്ടായപ്പോൾ യോഹന്നാൻ താഴെ വീണു? ഇല്ല, യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് താഴെ വീണത്. അല്ലാതെ ആത്മവിവശത ഉണ്ടായി മറിഞ്ഞടിച്ച് ആരും വീഴത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. വേദപുസ്തകം വായിക്കാതെയും പഠിക്കാതെയും കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. തോന്നുന്ന രീതിയിൽ വേദപുസ്തകം വ്യാഖ്യാനിക്കാൻ. ആത്മവിവശത ഉണ്ടായ താഴെ വീഴുമെന്ന പ്രസംഗം. ആത്മവിവശത ഉണ്ടാകുമ്പോൾ താഴെ വീഴത്തില്ല. പക്ഷേ ആത്മവിവശതയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിവശത എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഐ വാസ് ഇൻ സ്പിരിറ്റ്. ഞാൻ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായിരുന്നു എന്ന് പറയുന്ന ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്. അത്രേ ഉള്ളൂ. ആത്മാവിനെ നമുക്ക് കാണാൻ പറ്റൂ. ജഡാവതരണം ചെയ്ത യേശുവിനെ നമ്മൾ മാത്രമല്ല, ശിഷ്യന്മാർ മാത്രമല്ല, എല്ലാവരും കണ്ടു. അവരൊക്കെ കണ്ടിട്ട് അവൻ്റെ നന്മയൊക്കെ പറഞ്ഞു. ചിലരവനെ, ഞാൻ പറഞ്ഞല്ലോ, വ്യത്യസ്തമായ പ്രതികരണങ്ങളുണ്ടായി. പക്ഷേ ആത്മാവിൽ യേശുവിനെ കണ്ടു കഴിയുമ്പോൾ വ്യത്യസ്തമായ പ്രതികരണമൊന്നുമില്ല. ആത്മാവിൽ യേശുവിനെ കണ്ടു കഴിയുമ്പോൾ താഴെ വീഴുകയുള്ളൂ. താഴെ വീഴുക എന്നുള്ള വാക്ക് ആരാധനയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആരാധന എന്താണ്? ദ സെയിം വേർഡ് വർഷിപ്പ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ താഴെ വീഴുക എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറിഞ്ഞടിച്ച് വീഴുന്നതല്ല, പ്രത്യുത നിൽക്കുന്നെന്ന് തോന്നുന്ന ഒരു ഈഗോ ഉണ്ടല്ലോ, നമുക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ദൈവത്തിന്റെ മുമ്പ് ചെല്ലുമ്പോൾ ഇതെല്ലാം തകർന്നു പോകുകയാണ്. നമ്മൾ അവനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആരാധനയിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, ആരാധനയിൽ നമ്മൾ ദൈവത്തെ കാണുന്നു. രണ്ട്, നമ്മളെയും കാണുന്നു. ആ ദൈവത്തിന്റെ ദർശനത്തിൽ നമ്മളെ കാണുമ്പോൾ നമ്മൾ താഴെ വീണു പോകുന്നത്. അയ്യോ ദൈവമേ, നിന്റെ മുമ്പ് ഞാൻ എങ്ങനെ നിൽക്കും എന്ന് പറയുന്നത്. അതാണ് ആരാധന. വർഷിപ്പില്, യഥാർത്ഥ ആരാധനയിൽ എന്തുണ്ട്? വി ആർ സീയിങ് ഗാഡ് ആൻഡ് വി സീ അവർ സെൽസ് ഇൻ ദ ലൈറ്റ് ഓഫ് ഗാഡ് ആൻഡ് വി അണ്ടർസ്റ്റാൻഡ് വി ആർ നോബഡി. നമ്മൾ ഇന്നുവരെ ചിന്തിച്ചതൊക്കെ അബദ്ധമായിരുന്നെന്ന്, എന്നെക്കുറിച്ച് ഞാൻ കരുതിയതെല്ലാം അബദ്ധമായിരുന്നു മനസ്സിലാകുന്നത് അവന്റെ മഹത്വം കാണുമ്പോഴാണ്. ആ മഹത്വം കണ്ടു കഴിയുമ്പോൾ യോഹന്നാൻ എന്ത് ചെയ്യാണ്? യോഹന്നാൻ അത് ചെറിയ ആളൊന്നുമല്ല. ആ കാലയളവിൽ ജീവിച്ചിരിക്കുന്ന ഏക അപ്പോസ്തലനാണ്. കർത്താവിനെ കണ്ടവനാണ്, കർത്താവിന്റെ കൂടെ നടന്നവനാണ്, കർത്താവിന്റെ മാറിൽ ചാരിയിടുന്നവനാണ്, സ്നേഹത്തിന്റെ അപ്പോസ്തലനാണ്, വേദപുസ്തകത്തിന്റെ പല പാട്ടുകൾ എഴുതിയിട്ടുള്ള ആളാണ്. അതിനേക്കാൾ വലിയ ആളുകളൊന്നും അല്ലല്ലോ ഇവിടെ വലിയ കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകൾ. ആ വ്യക്തി യേശുവിന്റെ മഹത്വ ദർശനം ഉണ്ടായപ്പോൾ താഴെ വീണു. പിന്നെ ആർക്കാ അവന്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യത? പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരു കാര്യം വളരെ കൃത്യമായിട്ട്, അവന്റെ യഥാർത്ഥത്തിൽ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള യേശുവിന്റെ ദർശനം. പലസ്തീനിലെ യേശുവിനെ നമ്മൾ കണ്ടു, നമ്മൾ അവന്റെ സൗഖ്യം അനുഭവിച്ചു, നമ്മൾ അവന്റെ സാന്ത്വനം അനുഭവിച്ചു, നമ്മൾ അവനിൽ നിന്ന് ആശ്വാസം പ്രാപിച്ചു, അവന്റെ ശബ്ദം നമ്മളെ ആശ്വസിപ്പിച്ചു. എല്ലാം ശരിയാണ്, നമുക്ക് സമാധാനം കിട്ടി, എല്ലാം ശരിയാണ്. നമ്മുടെ പ്രതിസന്ധികളിലൊക്കെ അവൻ കൂടെ ഇരുന്നു. ഇതൊക്കെയാണ് പലസ്തീനിലെ യേശു. കാൽവറിയിൽ നമ്മൾ കാണുന്ന യേശു നമ്മുടെ പാപങ്ങളെ മോചിച്ചു തന്നു. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. എന്നാൽ അടുത്തത് നമ്മൾ കാണണം, അവൻ ഉരിഞ്ഞു വെച്ച മഹത്വം ഒന്ന് തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട്. കാര്യം പലസ്തീനിലെ യേശു മഹത്വം ഉരിഞ്ഞു വെച്ചിട്ട് ഇറങ്ങി വന്നവനാണ്. അവൻ കയറി ചെന്നപ്പോൾ എന്ത് ചെയ്തു? ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ആ മഹത്വത്തിലേക്കാണ് അവൻ പോയത്. അവൻ ആ മഹത്വം തിരിച്ചെടുത്തു. ആ യേശുവിന്റെ ദർശനം ആത്മാവിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ആരാധനയിലേക്ക് കടന്നു വരുന്നത്. പലസ്തീനിലെ യേശു അവനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും, നമുക്ക് തൊടാൻ പറ്റും, നമുക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റും. പക്ഷെ പത്മോസിലെ യേശുവിന്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്.
ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ യേശുവിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രിയമുള്ളവരെ, നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു കാര്യം, പലസ്തീനിലെ യേശുവിനെയും പത്മോസിലെ യേശുവിനെയും ഒരുപോലെ നമ്മൾ മനസ്സിലാക്കണം. അവൻ്റെ മഹത്വം കണ്ടു കഴിഞ്ഞിട്ട് അവൻ്റെ മുമ്പിൽ നമുക്ക് വീണുപോകും. അത് ആരും പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വെൻ യു സീ ഹിസ് ഗ്ലോറി, നാച്ചുറലി യു വിൽ ഫോൾ ഡൗൺ ആൻഡ് വർഷിപ്പ് ഗാഡ്. അവനെ നമ്മൾ ആരാധിക്കും. അവനെ നമ്മൾ യഥാർത്ഥ നിലയിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ നമുക്ക് പറയാനില്ല. അവൻ്റെ മുമ്പിൽ ഒരു വാക്കുപോലും സംസാരിക്കാനില്ല. പിന്നുണ്ടാകുന്ന പ്രത്യേകത എന്താണ്? പിന്നെ എണീക്കണമെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്ന വാക്കതാണ്, അവനെ കണ്ടിട്ട് ഞാന് മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു, അവൻ്റെ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു. നോക്ക്, അവൻ്റെ സന്നിധിയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ എന്തു വേണം? അവൻ പിടിച്ചെഴുന്നേൽപ്പിക്കണം. അവനത് ചെയ്യും. മരിച്ചവനെ പോലെ താഴെ വീഴുന്നവനെ തട്ടിക്കളഞ്ഞിട്ട് പോകുന്നവനല്ല കർത്താവ്. അവൻ കരം നീട്ടി നമ്മളെ പിടിച്ച് അവൻ എഴുന്നേൽപ്പിച്ച് അവൻ്റെ സന്നിധിയിൽ നിർത്തും. പിന്നീട് നമ്മൾ കാണുന്നത് യേശുവിൻ്റെ മനസ്സിലുള്ള സകല കാര്യങ്ങളും വരുവാനുള്ളത് സംഭവിക്കാനുള്ളത് ഒക്കെ അവന് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. പക്ഷെ ഈ വെളിപ്പാട് ഉണ്ടാകണമെങ്കിൽ ആദ്യം എന്ത് വേണം? അവൻ്റെ സന്നിധിയിൽ വീഴണം. ഈ വെളിപ്പാടുണ്ടാകണമെങ്കിൽ അവൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ഈ വെളിപ്പാടുണ്ടാകണമെങ്കിൽ അവൻ ആരാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അവനെ ആ പത്മോസിലെ യേശുവിനെ കണ്ട് താഴെ വീണ യോഹന്നാനെ അവൻ കൈ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് 19-ാം വാക്യത്തിൽ, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. നോക്കുക, പിന്നീട് അങ്ങോട്ട് കർത്താവ് എന്ത് ചെയ്യുക? അവന് പറയാൻ വെളിപ്പാടാ. പിന്നെല്ലാം വെളിപ്പാടാ. ആദ്യത്തെ വെളിപ്പാട് എന്താ? യേശുവാ. ആദ്യം അവൻ കർത്താവിനെ കണ്ടത്. കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ മരിച്ചവനെ പോലെ താഴെ വീണ് കഴിഞ്ഞപ്പോൾ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി നീ എഴുത. ഹല്ലേലൂയ. നമുക്കും ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ ആരാണെന്ന് അറിഞ്ഞ് അവൻ്റെ കാൽക്കൽ വീണ് കഴിഞ്ഞാൽ അവൻ നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കും. അവൻ്റെ ഹൃദയം നമുക്ക് തുറന്നു തരും. അവൻ എന്തുദ്ദേശിക്കുന്നുവോ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നമ്മളോട് പറഞ്ഞു തരും. അവൻ നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്ന കർത്താവേ, യേശുവിനെ കുറിച്ചുള്ള സമഗ്രമായ ഒരു വെളിപ്പാട് ആവശ്യം ഞങ്ങൾക്കുണ്ട്. പലസ്തീനിലെ യേശുവിനെയും പത്മോസിലെ യേശുവിനെയും ഞങ്ങൾക്ക് കാണണം. അവൻ മേഘാരൂഢനായി വരുന്നു. അവൻ വരുമ്പോൾ ഞങ്ങൾ അപരിചിതരായി ആകുവാൻ ഞങ്ങൾക്ക് കഴിയില്ല. ആ മേഘാരൂഢനായി വരുന്ന യേശുവിനെ പരിചയപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ അവനെ തിരിച്ചറിയണമെങ്കിൽ, കർത്താവേ, ആ പത്മോസിലെ യേശുവിനെ ഞങ്ങളൊന്ന് കാണണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ജഡാവതരണം ചെയ്ത യേശുവിനെ ഞങ്ങൾ കണ്ടു. ഇനി ഒരു ദിവസം മേഘാരൂഢനായി വരുന്ന കർത്താവിനെ ഞങ്ങൾ കാണും. കർത്താവെ, നിന്നെ കാണുമ്പോൾ, മേഘങ്ങളിൽ എഴുന്നള്ളുന്ന നിന്നെ കാണുമ്പോൾ ഞങ്ങൾക്കതൊരു അത്ഭുതമാകാൻ പാടില്ല. ഇപ്പോൾ തന്നെ ആ പത്മോസിലെ യേശുവിൻ്റെ ദർശനം ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ. അവൻ്റെ മഹത്വത്തെ കണ്ട് അവൻ്റെ മുമ്പിൽ ആരാധനയുടെ മൂർധന്യതയിൽ മരിച്ചവനെ പോലെ നിലത്തു വീണ് അതിനുള്ള ഒരു മഹാഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. നീ ആരാണെന്ന് തിരിച്ചറിയുവാനും നിന്റെ മുമ്പിൽ ഞങ്ങൾ പൊടിയും വെണ്ണീറുമാണെന്ന് തിരിച്ചറിയുവാനും അങ്ങനെ നിന്റെ മുമ്പിൽ വീഴുവാനും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ അതിനുവേണ്ടി സമർപ്പിക്കുന്നു കർത്താവേ. കർത്താവേ, നിന്റെ സന്നിധിയിൽ താഴെ വീണ് കിടക്കുന്ന യോഹന്നാനെ നീ പിടിച്ചെഴുന്നേൽപ്പിച്ചതുപോലെ ഞങ്ങളെ നീ പിടിച്ചെഴുന്നേൽപ്പിക്കണമേ. നിന്റെ ഹൃദയം ഞങ്ങൾക്ക് പകർന്നു തരണമേ. അതിന് ഞങ്ങൾക്ക് യോഗ്യതയൊന്നുമില്ല കർത്താവേ. എങ്കിലും നിന്റെ മഹാകരുണയാൽ ജഡാവതരണം ചെയ്ത യേശുവിൻ്റെ കാരുണ്യം, പത്മോസിലെ യേശുവിനും കാരുണ്യം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. യെസ് ലോർഡ്. ഹല്ലേലൂയ.
കർത്താവേ, ഹല്ലേലൂയ. ആദ്യം ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നിന്റെ വെളിപ്പാടാ. ഒരു വെളിപ്പാട് ഞങ്ങൾക്ക് നൽകണമേ. ബാക്കിയുള്ള വെളിപ്പാടൊക്കെ അതിന് ശേഷമാ കർത്താവേ. ആദ്യം തന്നെ നിന്നെ കാണുവാൻ, മഹത്വത്തിൽ നിന്നെ കാണുവാൻ ഞങ്ങളെ നീ എഴുന്നേൽപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ.